ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു എന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിപ്പിക്കപ്പെടണം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. പറയുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവാം യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് അറിയാം നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാം യേശുമിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ്? യജമാനൻ വരുമ്പോൾ പ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമാ ദൈവപുത്ര, നിന്റെ പാപപരിഹാരപ്രദമ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമോറാകണമേ. ഞങ്ങളുടെ കർത്താവിന്റെ അദൃശ്യമാ നിന്റെ വലുതീർന്നീതി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ആമധൈര്യത്തിന് വലിയ ദൃശ്യരത്വങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ സംഘത്തെ ആശീർവദിക്കണമേ. ദൈവവും നമ്മുടെ രക്ഷകനുമാം യേശുമിശിഹായുടെ കൃപ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരും കൊടുക്കുന്നവരും കഴിക്കുന്നവരും ഉണ്ടായിക്കട്ടെ. ഈ താല്പര്യവും സംബന്ധിക്കുന്ന എല്ലാവരിലും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രകാരമായിരിക്കും. ദേവാലയത്തിൻ്റെ കിഴക്ക് ക്രിസ്തുവുമായോട് ചേർന്ന് 2 വൈദികർ കുർബാന നൽകുന്നു. മധ്യഭാഗത്ത് 2 വൈദികർ വിശുദ്ധ കുർബാന നൽകുന്നു. ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 വൈദികർ വിശുദ്ധ കുർബാന നൽകുന്നു. ഏറ്റവും അടുത്തുള്ള വൈദികരിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
കൈ കൊണ്ടുവലം കൈയാ
തിരുശരീരവും നിരക്തവുമാകുന്ന ദിവ്യദാനത്തിന് യോഗ്യരാക്കിയതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി സ്തോത്രമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭാരത് മോർ കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമായ തമ്പുരാനേ, നിന്റെയും നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾ ഉറപ്പിക്കുകയും സുഹൃത വ്യാപാരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആചാര്യന്മാർ, നീതിജ്ഞന്മാർ, പീഡിത സഹദേ, ദ്രോഹം കയ്യേറ്റോരാമൗദ്യാനന്മാരിവരും സത്യനിദേശം സഭയിൽ പോറ്റി പാഷണ്ഡതയെ പായിച്ചോരാ മൽപ്പാന്മാരും പ്രാർത്ഥിക്കട്ടെ. സഹോദരങ്ങളും മത്സ്യ ഭാജന കർത്താവിൻ്റെ പൗര്യാർപ്പിതമാബലി വീട് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാപക്ഷത്തോടും കൂടെ പരിശുദ്ധാതൃത്വത്തിൻ്റെ കുറിപ്പിക്കുക അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവിൻ. ദുരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവ് ജീവനസ്ലീവാരക്ഷിതരും വിശുദ്ധ മാമോദീസയുടെ റൂസും അഗ്മത്തിനും ഏറ്റെടുത്ത കണക്കടം പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും പാപികളുടെ ദാസങ്ങളുടെ പ്രാർത്ഥന ആൾക്കാരനെ സഹായം പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം. ധന്യൻ മാറിവാനിയോസ് തിരുമേനിയുടെ 71 ഓർമ്മ തിരുനാൾ ഇന്ന് നമ്മൾ ആചരിക്കുകയാണ്. ഈ തിരുനാളിൽ അനുസ്മരണ സന്ദേശം നൽകുന്നതിനായിട്ട് ഏറ്റവും യോഗ്യനായ വ്യക്തി നമ്മുടെ പുതിയ ജില്ലാ വികാരിയായിരിക്കുന്ന വന്യ ജേക്കബ് ഒറവയ്ക്കലച്ചനാണ്. ജേക്കബ് ഒറവയ്ക്കലച്ചൻ പ്രോട്ടോ വികാരിയായി വന്ന ശേഷം ആദ്യമുള്ള ഒരു പൊതു പരിപാടിയാണ് ഇത്. അച്ഛൻ്റെ വൈദിക ശുശ്രൂഷയിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ബത്തേരി രൂപതയിലും ബത്തേരി രൂപതയുടെ ഭാഗമായിരുന്ന ഇപ്പോൾ പുത്തൂർ രൂപത
അവിടേക്കുമായിട്ടാണ് ചിലവഴിച്ചത്. എന്നാൽ ബത്തേരി പ്രദേശത്ത് ആദ്യമായിട്ടാണ് അച്ഛൻ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ബത്തേരി വൈദിക ജില്ലയിലെ എല്ലാ വിശ്വാസി സമൂഹങ്ങളുടെയും വൈദികരുടെയും സന്യസ്തരുടെയും പേരിൽ അച്ഛനെ ഞാൻ നമ്മുടെ വൈദിക ജില്ലയിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ജെയിംസ് മുളയ്ക്കവില അച്ഛനെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് ഒറവയ്ക്കൽ അച്ഛന് ബത്തേരി ബദനി ആശ്രമ ശ്രേഷ്ഠനായിട്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നു. അച്ഛന് ആശ്രമത്തിലെ ശുശ്രൂഷയിലും ഈ വൈദിക ജില്ലയിലെ ശുശ്രൂഷയിലും എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും നേരുകയും അനുസ്മരണ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ കോറപ്പീസ്കോപ്പ അച്ഛന്മാരെ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, എത്രയും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, 71-ാം ധന്യൻ മാറിവാനിയോസ് പിതാവിൻ്റെ അനുസ്മരണാഘോഷം ഇവിടെ നടക്കുമ്പോൾ ഈ ശുശ്രൂഷയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ധന്യൻ മാറിവാനിയോസ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ സ്വർഗത്തിലിരുന്ന് നമ്മെ ശ്രവിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആ വന്യപിതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വന്യപിതാവിൻ്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വന്യപിതാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ബൈബിൾ ഭാഗം 23-ാം സങ്കീർത്തനം 1-ാം അധ്യായമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന വാക്യം വന്യപിതാവ് നിരന്തരം ഉരുവിട്ടിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ ശുശ്രൂഷകളിൽ അതിൻ്റെ ആസ്വാദ്യത മനസ്സിലാക്കുവാൻ അത് ചെറിയ ഗാനത്തിൽ കേൾപ്പിച്ചാൽ കുറച്ചുകൂടെ ആത്മീയതയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. The Lord is my shepherd, nothing I shall want. The Lord is my shepherd, nothing I shall want. Have mercy on me. The Lord is my shepherd, nothing I shall want. Have mercy on me. ധന്യൻ മാറിവാനിയോസ് പിതാവിൻ്റെ അനുസ്മരണ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് 3 കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത്. ഒന്നാമത്, വന്യപിതാവിനെ ഈ ലോകത്തിലേക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ 21-ാം നൂറ്റാണ്ടിൻ്റെ വരാൻ പോകുന്ന നൂറ്റാണ്ടിൻ്റെ പ്രവാചക ശബ്ദമാക്കി ദൈവം മാറ്റിയ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, വന്യപിതാവിൻ്റെ സഭായിക്ക് ശുശ്രൂഷയും പ്രാർത്ഥനാ ജീവിതവും സന്യാസ ജീവിതവും ആതുര ശുശ്രൂഷയും വിദ്യാഭ്യാസ മേഖലയുള്ള ശുശ്രൂഷയും നൽകി ഈ സഭയെ സമുദ്ധരിച്ച് എല്ലാ അനീതിയും അക്രമങ്ങളിൽ നിന്നും ആർജീവനത്തിൽ നിന്നും രക്ഷിച്ച് വന്യപിതാവിൻ്റെ മധ്യസ്ഥം യാചിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആശയം. മൂന്നാമത്തെ ആശയം, വന്യപിതാവിലൂടെ സഭയെ ശുദ്ധീകരിച്ച് പരിശുദ്ധീകരിച്ച് ഇന്ന് ആഗോള സ്ഥലത്തിൽ മലങ്കര സഭ ഉന്നതിയിലേക്ക് ഉയർത്തുവാനായിട്ട് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് സഭയുടെ ഉന്നതിക്ക് വേണ്ടി, മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, കേരള സഭയെ നവീകരിക്കുന്നതിന് വേണ്ടി ഭാരത സഭയ്ക്ക് സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ ശക്തിയായി തീർന്നുവെങ്കിൽ ആ വന്യപിതാവിൻ്റെ പോലെ നമ്മളും ആയിത്തീരാൻ പരിശ്രമിക്കാനുള്ള അവസരവും ചിന്തിക്കാനുള്ള അവസരവുമാണ് ഈ ഓർമ്മ തിരുനാൾ.
എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നു, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഓരോ വ്യക്തിയുടെയും വിളി. ഈ ലോകത്തിലായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ ദാനത്തെ ശിരസ വഹിക്കുമ്പോഴാണ് ആ ദൈവികമായ സ്വരത്തെ തങ്ങളുടെ ജീവിതത്തിലാക്കി തീർക്കുന്നതുകൊണ്ട് പ്രത്യുത്തരം നൽകുന്ന ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഈ വിളിയുടെ അർത്ഥം. മാതാവ് ലോകരക്ഷകന് ജന്മം നൽകുവാൻ പരിശുദ്ധാത്മാവിലൂടെ അനുഗ്രഹം ലഭിച്ചു എങ്കിൽ അവൾ ക്രിയാത്മകമായി ദൈവത്തിന് പ്രതീകാത്മകമായും പ്രവൃത്തിയിലൂടെയും പ്രതികരിച്ചതുകൊണ്ട് അവളിൽ കർത്താവായ യേശു മിശിഹ ജാതനാകുകയും ഈ ഭൂലോകത്തിൻ്റെ പാപങ്ങൾ നീക്കി നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇടയാകുകയും ചെയ്തത് ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് മാർ ഇവാനിയോസ് പിതാവ് ഭാരതസഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി വിളിച്ച് അടുപ്പിച്ച് മാറ്റി നിർത്തിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. ഇത് തിരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ പറയും. ഊടും ഉയിരും ഉന്മാദവും മാറ്റിവെച്ച് ഉടയവനെ തേടിയുള്ള യാത്രയാണ് സന്യാസ ജീവിതം. ഊടും ഉയിരും ഉന്മാദവും മാറ്റിവെച്ച് ഉടയവനെ തേടിയുള്ള യാത്രയാണ് ക്രിസ്തീയ ജീവിതം. ഊടും ഉയിരും ഉന്മാദവും മാറ്റിവെച്ച് ജീവിക്കുക എന്നതാണ് ഓരോ മലങ്കര കത്തോലിക്കൻ്റെയും അവകാശം. ഓരോ മലങ്കര കത്തോലിക്കൻ്റെയും ദൈവവിളി എന്ന് പറയുന്നത് തന്നെയാണ്. സത്യബോധത്തിൻ്റെ നേർവഴി കാട്ടി സഭയുടെ ആരാധനാ പൈതൃകങ്ങളെ കാത്തുസൂക്ഷിച്ച് സഭ ഐക്യത്തിൻ്റെ പ്രവാചക ശബ്ദമായി മാറിയ മാർ ഇവാനിയോസ് പിതാവിൻ്റെ 71-ാം ഓർമ്മ കഴിക്കുന്ന ഈ ദിവസം വന്യപിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ഈ സഭയ്ക്കും മലങ്കര സഭയ്ക്ക് പ്രത്യേകമായി ആഗോള സഭയ്ക്ക് ഒന്നായും ഉണ്ടാകുവാൻ നമുക്ക് ഒന്നായിട്ട് പ്രാർത്ഥിക്കാം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്ത് ശങ്ക മാറ്റമില്ല എന്ന് സിസ്റ്റർ മേരി മെനീഞ്ഞ ലോകയാത്ര എന്ന് പറയുന്ന കവിതയിൽ പാടിയെങ്കിൽ ഈ ലോകത്ത് പല മഹാന്മാരും പല മഹതികളും ഓരോ കാലഘട്ടത്തിൽ അവരുടെ ജീവിതം കൊണ്ട് അവരുടെ ജീവിത വിശുദ്ധിയുണ്ട് അതാത് സംസ്കാരത്തെ അതാത് സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരെല്ലാം കടന്നുപോയിട്ടുണ്ട്. മാർ ഇവാനിയോസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്ന വ്യക്തിത്വമല്ല എന്ന് ചരിത്രം നമ്മെ രേഖപ്പെടുത്തുകയാണ്. മാർ ഇവാനിയോസ് പിതാവ് ഇന്ന് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. മാർ ഇവാനിയോസ് പിതാവ് അറിഞ്ഞതും കണ്ടതും അനുഭവിച്ചതുമായ ജീവിത യാഥാർത്ഥ്യത്തെ തൻ്റെ ജീവിതത്തിൽ ഉരുവിട്ടുകൊണ്ട് സ്വായത്തമാക്കിയ സത്യസന്ധത ഇന്ന് മലങ്കര കത്തോലിക്ക സഭ വിശ്വാസികൾ ഇത്രയും ഉന്നതിയിലേക്ക് ഉയർന്നുവെങ്കിൽ മാർ ഇവാനിയോസ് പിതാവ് ഇന്ന് ജനഹൃദയങ്ങൾ ജീവിക്കുന്നു എന്നതിൻ്റെ സത്യമാണ് നമ്മെ പഠിപ്പിക്കുക. അശാന്തിയുടെയും അനൈക്യത്തിൻ്റെയും കാർമേഘം പടർത്തിയ മലങ്കര സഭയിൽ വ്യക്തികൾക്കല്ല ദൈവൈക്യത്തിനാണ് പ്രാധാന്യമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്ത മാർ ഇവാനിയോസ് പിതാവ് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലൂടെയാണ് മലങ്കര സഭയെ നയിച്ചത്. അതുകൊണ്ടാണ് മാർ ഇവാനിയോസ് പിതാവ് സഭയുടെ ഐക്യത്തിന് വേണ്ടി സഭയുടെ ആത്മീയമായിട്ടുള്ള അരാജകത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഉന്നതിയിൽ നിന്ന് തനിക്ക് ലഭിക്കാമാകുന്ന എല്ലാ അധികാരങ്ങളും എല്ലാ ലൗകിക സുഖങ്ങളും മാറ്റിവെച്ച് താഴേക്ക് വന്ന് ബദനി സന്യാസ സമൂഹം സ്ഥാപിച്ചു റാന്നി മുണ്ടൻമലയിൽ. ബദനി ആശ്രമം സ്ഥാപിച്ചതോടുകൂടി അവിടുത്തെ കാഷായ വസ്ത്രധാരിയായി ആശ്രമ ജീവിതം ആരംഭിച്ച മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ കർമ്മപദങ്ങൾ ആശ്രമത്തിൻ്റെ ആത്മീയതയിൽ നിന്നും ചോർത്തിയെടുത്ത്
അതിൻ്റെ ചൈതന്യം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നൽകുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട മാർ ഇവാനിയോസ് പിതാവ്. കാഷായ വേഷം തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം ഭാരത സംസ്കാരത്തിൻ്റെ അടയാളം കാവ്യവസ്ത്രമായതുകൊണ്ടും ഈ ഭാരത സംസ്കാരത്തോട് ഇഴുകിച്ചേർന്നുള്ള സുവിശേഷം മാത്രമേ വിജയിക്കൂ എന്നും ബോധ്യമായ മാർ ഇവാനിയോസ് പിതാവ് കാഷായ വേഷം ധരിക്കുകയും ആ കാഷായ വസ്ത്രം ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായും അനുസരണമുള്ളവനായി കുരിശുമരണം വരെ മരിച്ച കർത്താവായ യേശു മിശിഹായുടെ അനുസരണത്തെ സൂചിപ്പിക്കുന്ന തടിക്കുരിശും വിഭാജ്യതയില്ലാത്ത ദൈവസ്നേഹം മാത്രം കരസ്ഥമാക്കുന്ന ബ്രഹ്മചര്യവും അനുഷ്ഠിക്കുവാൻ സന്യാസം തിരഞ്ഞെടുത്തുവെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ബദനി സന്യാസ സമൂഹം മലങ്കര സഭയ്ക്ക് സ്ഥായിയും അടിസ്ഥാനവും ഊടും ഉറപ്പും കൊടുത്തുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും, ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തും എത്യോപ്യയിലും ഇസ്രായേലിലും ജർമ്മനിയിലും റോമിലും അമേരിക്കയിലുമുള്ള മലങ്കര മക്കളെ നവീകരിക്കുന്നതിന് വേണ്ടി ബദനിയുടെ ആവനാഴിയിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ബദനി അച്ഛന്മാരും സന്യാസിനികളും ബദനി സന്യാസികളും വൈദികരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് മലങ്കര സഭയ്ക്ക് വേണ്ടി മാത്രമല്ല ആഗോള സഭയ്ക്കിൽ പോലും മലങ്കര വൈദികർ ശോഭിക്കുന്നുണ്ടെങ്കിൽ അത് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ആധ്യാത്മികത അവരിലുണ്ട്, അവരിൽ ജീവിക്കുന്നു എന്ന സത്യമാണ്. ഈ മാർ ഇവാനിയോസ് പിതാവിൻ്റെ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഈ യാത്രയിൽ ഓരോ സന്യാസിയും ഓരോ വൈദികനും തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വസ്ത്രം ധരിച്ച് വെളിയിൽ നടക്കുമ്പോൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഞാൻ ഉത്ഥിതനായ യേശുവിൽ വിശ്വസിക്കുന്നു, കർത്താവായ യേശു മിശിഹ സത്യമായി ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ഇത് സന്യാസ ജീവിതത്തിലൂടെയാകാം, സന്യാസിനി ജീവിതത്തിലൂടെയാകാം. അത് നൽകുന്നത് മാർ ഇവാനിയോസ് പിതാവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടതുകൊണ്ട് മാത്രമാണ്. രണ്ടാമത് മാർ ഇവാനിയോസ് പിതാവ് ഏറ്റവും പ്രധാനമായിട്ടും കൊടുത്തത് വിദ്യാഭ്യാസ മേഖലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിലൂടെ മാത്രമേ ഒരു മനുഷ്യന് അവൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ മാർ ഇവാനിയോസ് പിതാവ് കൽക്കട്ടയിൽ സറാംപൂരിൽ പഠിക്കുമ്പോൾ തന്നെ സ്ത്രീകളെ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുകയും അതിൻ്റെ ഫലമായി സന്യാസ ജീവിതത്തിലൂടെ മാത്രമേ സഭയെ നവീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കി മാർ ഇവാനിയോസ് പിതാവ് 1925 ബദനി സന്യാസി സമൂഹം സ്ഥാപിച്ചത് ഈ സഭയുടെ ആധ്യാത്മികമായിട്ടുള്ള നവീകരണത്തിന് വേണ്ടി മാത്രമാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് വന്യപിതാവിൻ്റെ അനുഷ്ഠാനപരമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതമാണ്. രാവും പകലും അൾത്താരയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മാർ ഇവാനിയോസ് പിതാവിനെയാണ് കാണുന്നതെന്ന് ചരിത്രത്തിൽ രേഖകൾപ്പെടുത്തിയിട്ടുണ്ട്. ബദനി മുണ്ടൻ മടയിൽ പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിച്ച മാർ ഇവാനിയോസ് പിതാവ് ഇന്ന് മലങ്കര സഭയിലോ ഏതെങ്കിലും സഭയിൽ ഏതെങ്കിലും ഒരു വൈദികൻ, ഏതെങ്കിലും ഒരു വന്യപിതാവ് മാർ ഇവാനിയോസ് പിതാവിനെ പോലെ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച ഒരു വ്യക്തിയുമില്ല എന്ന് സാക്ഷ്യപ്പെടുന്നത് ഒരു സംശയവുമില്ല. ഈ ബദനിയുടെ ചൈതന്യം ഉൾക്കൊണ്ട മലങ്കര കത്തോലിക്ക സഭയെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ ജീവിക്കുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളണം, അഭിമാനം ഉണ്ടാകണം, അഹംഭാവവും ഉണ്ടാകണം. കാരണം നമുക്ക് മാതൃകയായി വന്യപിതാക്കന്മാരും സന്യാസികളും അച്ഛന്മാരും സന്യാസിനികളും സഭയിൽ അഭംഗരം ശുശ്രൂഷ ചെയ്യുന്നു എന്നത് നമ്മുടെ എല്ലാവരുടെയും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ലഭിച്ചിട്ടുള്ള കൃപയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് വന്യപിതാവിൻ്റെ വിശ്വാസധീരതയാണ്. താൻ പഠിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്ത അന്ത്യോക്യൻ സഭയുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് ഒരു അണുപോലും മാറാൻ സമ്മതിക്കാതെ ആഗോള സഭയിലേക്ക് പുനരേക്കുമല്ല ഐക്യപ്പെടുവാനുള്ള തൻ്റെ ആഗ്രഹം അത് പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അതേ വിശ്വാസത്തിൽ അതിൻ്റെ തനിമ മുഴുവൻ നിലനിർത്തിക്കൊണ്ട് മലങ്കര സഭ ഇന്ന് ആഗോള സഭയുടെ ഭാഗമായി ഏറ്റവും അംഗങ്ങളിൽ ചെറുതെങ്കിലും ഏറ്റവും വലിയ ശക്തമായ വിശ്വാസത്തിൻ്റെ സഭയായി 12ഓളം രൂപതകളും അതിന് പരം 5-6 ലക്ഷത്തിൽ പരം വിശ്വാസികളുമുള്ള
വളരെ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളാകുന്ന മറ്റ് സഭകൾക്ക് സാക്ഷിക നൽകുന്ന മലങ്കര കത്തോലിക്കരാണ് നമുക്കുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അത് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുഗ്രഹവും കൃപ കൊണ്ടും മാത്രമാണ്. അതോടൊപ്പം തന്നെ മാർ ഇവാനിയോസ് പിതാവ് സഭ ഐക്യത്തിൻ്റെ വക്താവാണ്. സഭയിൽ നിന്ന് വിഭജിച്ചു പോയി സ്വാർത്ഥതയ്ക്ക് വേണ്ടി അധികാരങ്ങൾ നേടിയെടുക്കുന്ന മാർഗങ്ങളിൽ നിന്ന് പിന്മാറി വീണ്ടും എളിമയിലേക്ക് കടന്നു വരുന്നതിനും ആഗോള സഭയിൽ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടുള്ള സഭയിൽ ജീവിക്കുന്നതാണ് ആഗോള സഭയെന്നും സത്യസഭയെന്നും ബോധ്യപ്പെട്ട മാർ ഇവാനിയോസ് പിതാവ് അത് സഭ ഐക്യത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ കാണുന്നു ആറാമത് മാർ ഇവാനിയോസ് പിതാവ് ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണ്. തൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും മാർ ഇവാനിയോസ് പിതാവ് മാറ്റി നിർത്തിയിട്ടില്ല. ആശ്രമ ജീവിതത്തിൽ തറയിൽ ഇരുന്നുകൊണ്ട് ഭക്ഷിക്കുന്ന രീതി, മൺചട്ടിയിൽ ഭക്ഷിക്കുന്ന കഞ്ഞി കുടിക്കുന്ന അവസ്ഥ, ഭക്ഷണമില്ലാതെ ആശ്രമങ്ങൾ കടന്നു വരുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്ന മാർ ഇവാനിയോസ് പിതാവ്, ഇത് മനുഷ്യ സ്നേഹത്തിൻ്റെ, മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ, തൻ്റെ ജീവിതത്തിൻ്റെ അടയാളങ്ങളെ തങ്കലിപികളിൽ മലങ്കര കത്തോലിക്ക സഭയിലെ ഓരോ അംഗങ്ങളുടെയും ഹൃദയങ്ങളിൽ ജ്വലിക്കേണ്ട യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ മാർ ഇവാനിയോസ് പിതാവ് കാഴ്ചവെച്ചിട്ടുള്ള തൻ്റെ ധ്യാന ജീവിതം പർണശാലയാകുന്ന ബദനി ആശ്രമത്തിൽ നിന്നും ആവഹിച്ച പരിശുദ്ധാത്മാവിയുടെ ധന്യമായ ജീവിതം പരിശുദ്ധമായി സൂക്ഷിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി താൻ പരിശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ വ്യത്യസ്തങ്ങളായുള്ള ജീവിതങ്ങൾ നടക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം ആധുനിക യുഗത്തിലെ തലമുറയ്ക്കോ ആധുനിക യുഗത്തിൻ്റെ യുവതലമുറയ്ക്കോ സ്വാധീനിക്കും. വിശ്വാസമില്ലായ്മയും ദൈവമില്ലാന്ന് പോലും പറയുന്ന ആധുനിക യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതയാത്രയും ജീവിത ചൈതന്യവും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഒരു കവിത പാടുന്നു: പാട്ട് മാറി, പകിട മാറി, പതിവ് മാറി, കൂടുമാറി, കൂട്ടുമാറി, കുടിലുകൾ മാറി. ഈ കാലഘട്ടത്തിൽ അച്ഛനാരെന്നറിയാത്ത അമ്മമാർ മാറി, അമ്മയാരെന്നറിയാത്ത ആങ്ങളമാർ മാറുന്നു, പെങ്ങളാരെന്നറിയാത്ത പൊരുളുകൾ മാറുന്നു. അങ്ങനെ മാറി 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 മറിയുന്ന വർത്തമാനകാലത്ത് മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഈ ജീവിതവും ചൈതന്യവും നമുക്ക് ശക്തി നൽകേണ്ടതാണ്. അത് നമ്മുടെ രക്തങ്ങൾ ഓടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നമ്മുടെ പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും, ഫലം ഇച്ഛിച്ചിട്ടല്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ്: കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുഃ മാ തേ സംഗോസ്ത കർമ്മണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഡു യുവർ ഡ്യൂട്ടീസ്, ഡോണ്ട് എക്സ്പെക്ട് ദി റിസൾട്ട്സ്. കർമ്മം ചെയ്യുക, ഫലം ചെയ്യാതിരിക്കുക. ഈ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട ഓരോ മലങ്കര മക്കളും ഫലമിച്ഛിക്കാതെ വിത്തുകൾ വിതറുമ്പോൾ അത് 10, 20, 30, 40, 60, 100 മേനിയായി വളർന്ന് ഇവിടെ ഘോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹം ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ലഭിക്കട്ടെ. അങ്ങനെ നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ലഭിച്ചെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് പിൻവാങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. താങ്ക് യു. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീ നിന്നയോർത്ത്. പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെ ഞാനുപദേശിക്കും സാക്ഷ്യമിതും
മെൻപോലം മാതാമോലം ശുചിയുടെ ശുദ്ധ്യാഭസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പറുദീസിന്മാരിൽ പോയി വാനവരൊത്തു വസിക്കേണം. സ്തോമിൻ ഗാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും ആഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പ്രധാന പുരോഹിതനും താലന്തുകൾ വിഭജിച്ചു കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തി തൻ്റെ ശ്രീപുണ്ണാരത്തിന്മേൽ അധികാരം നൽകുന്നവനുമായവന് സ്തുതി. മാറിവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ കഴിക്കപ്പെടുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ ദൈവമേ, വെടിപ്പും വിശുദ്ധിയോടും കൂടെ തിരുവൻപാകെ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ പ്രധാന ആചാര്യന് വേണ്ടിയും എല്ലാ ശ്രേഷ്ഠാചാര്യന്മാർക്കും നിർമ്മലരായ ശമാശന്മാർക്കും വേണ്ടിയും അശുദ്ധരും നിന്റെ ദാസരുമായി ഞങ്ങൾ നിന്റെ ദൈവത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരെ നീ ന്യായം വിധിക്കരുതേ. കർത്താവേ, നിന്റെ വിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. എൻ്റെ കർത്താവേ, നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായുകളും നാവുകളും അടച്ചുപൂട്ടപ്പെട്ടവയായി തീരുവാൻ തക്കവണ്ണം അവയെ നീ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിലും കൂടുകളായി ഭവിക്കുമാർ അവയെ നീ അന്ധകാരമയമാക്കി തീർക്കരുതേ. കർത്താവേ, വിശുദ്ധങ്ങളും വന്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിയാൽ ചുരുട്ടപ്പെടുവാൻ നീ ഇടയാക്കരുതേ. കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമേ. നീ ഉദ്ധവനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. നാഥാ നൽകിടുക പുണ്യം. ഹല്ലേലൂയ. ായി കരമതിൽ നിന്തിരുമേ നീണമാവരാഘോഷിച്ച കടമെല്ലാം നീങ്ങിടുവാനായി മദ്ബഹായിനുള്ളിൽ നിന്തിരുമേ അവർ പീഡ പോകണമേ തവ
സകലം പാപം മായ്ക്കണമേ നിൻവലഭാഗേ പാടുഭവം നാഥാ സ്തോത്രം ഭാഗ്യമോ Sibola bola boro valarugo kadisho ഹല്ലേലൂയ ശ്ലീഹന്മാർ ശിരസാംശമോനോടായി നാഥൻ കഹനുസാപരമുര ചെയ്തോടതിമോഹനവചനം ഭവന വിചാരകനായി നിന്നെ ഞാൻ നിയമിച്ചു ഉയരങ്ങളുടെ താക്കോൽകൾ നിൻ കൈകളിൽ നൽകി നീ ഞാൻ ബന്ധിക്കും മോചിച്ച ഞാനും മോചിക്കും പാപികൾ പേർക്കായാചിക്കും നിൻ പ്രാർത്ഥന കേൾപ്പേ മുറിയോടാകെ മലരുവാതെ Ajarisha ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പൂർവ്വത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ഈ സമൂഹത്തെ ആശീർവദിക്കണമേ. ഹോശോ ബബുക്കോൽ ശുബാൻ ലവൽമീൻ ആമീൻ. സംഘടനകൾ നടത്തിയ ചില മത്സരങ്ങൾ, അതിനുള്ള സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യുവാനുള്ള സമയമാണിപ്പോൾ. അപ്പോൾ അതിനു മുൻപായിട്ട് ഏതാണ്ട് 10 വർഷക്കാലം നമ്മുടെ രൂപതയിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്ത ശേഷം കഴിഞ്ഞ 23 വർഷക്കാലം റെനോ രൂപതയിൽ ജുഡീഷ്യൽ വികാർ ജനറലുമൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്ത് വീണ്ടും നമ്മുടെ രൂപതയിലേക്ക് മടങ്ങി വന്ന ശുശ്രൂഷകൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വന്യ ജോസഫ് ചെരൂവരിടത്തിൽ അച്ഛൻ ഇന്നിവിടെ സന്നിഹിതനാണ്. അദ്ദേഹം അധികം താമസിയാതെ നമ്മുടെ രൂപതയിൽ ശ്രേഷ്ഠമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. അച്ഛനെ ഞാൻ നമ്മുടെ ബത്തേരി വൈദിക ജില്ലയുടെ പേരിൽ എല്ലാ ദൈവജനത്തിൻ്റെയും വൈദികരുടെയും സന്യസ്തരുടെയും പേരിൽ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ഹാരമണിയിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രോട്ടോ വികാരിയെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ജൂലൈ 3 രൂപതാ ദിനത്തോടനുബന്ധിച്ച് അഭിമന്യ പിതാവ് വിവിധ അവാർഡുകൾ പ്രഖ്യാപിക്കുകയും നൽകുകയും ചെയ്തു. ബത്തേരി വൈദിക ജില്ലയിൽ നിന്നും സഭാധാരം അവാർഡ് കിട്ടിയ ശ്രീമതി വത്സ ജോസിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ചെരൂരിടത്തലച്ചൻ. വത്സ ജോസ്.
ഫാദർ മാത്യു നടക്കൽ മെമ്മോറിയൽ KCBC മതാധ്യാപക അവാർഡ് നമ്മുടെ രൂപതയിൽ നിന്നും അത് ലഭിച്ചിരിക്കുന്നത് ശ്രീമതി എലിസബത്ത് വർഗീസ് ടീച്ചറാണ്. വൈദിക ജില്ലയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എലിസബത്ത് ടീച്ചറിനെ ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് ബഹുമാനപ്പെട്ട തോമസ് പൊയ്കമണ്ണിലച്ചൻ. തുടർന്ന് വിവിധ സംഘടനകൾ നടത്തിയ മത്സരങ്ങളുടെയും സമ്മാനങ്ങളും അവർ നൽകുന്ന ആദരവുകളും നൽകുവാനായിട്ട് ആദ്യമേ സൺഡേ സ്കൂൾ അവാർഡുകൾക്കായിട്ട് വിപി തോമസ് സാറ് വരുന്നു. അഭിമന്യരെ, പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. രൂപതാതലത്തിൽ ഈ അധ്യയന വർഷം മർത്തോമാക്കിസ് നടത്തുവാനുള്ള ആഹ്വാനമുണ്ടായിരുന്നു. അതിന് പ്രകാരം അതിനൊരുക്കമായിട്ട് ഇടവകാതലങ്ങളിലും മേഖലാതലങ്ങളിലും നടത്തി വിജയികളായവരാണ് രൂപതാതലത്തിൽ പങ്കെടുത്തത്. രൂപതാതലത്തിൽ പങ്കെടുത്തവർക്ക് രൂപതാതലത്തിലുള്ള സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ മേഖലാതലത്തിൽ നടത്തിയ കുട്ടികൾക്കുള്ള സമ്മാനം ഇതുവരെ നൽകിയിരുന്നില്ല. ഇന്നിപ്പോൾ നൽകുകയാണ്. മർത്തോമാക്കിസിന് ബത്തേരി മേഖലയിൽ ഫസ്റ്റ് നേടിയ ഇടവക ചിരാൽ സെൻറ് മേരീസ് ഇടവക അംഗങ്ങളാണ്. ചിരാൽ സെൻറ് മേരീസ് ഇടവകയിലുള്ള നിരഞ്ജന, മെറിൻ, അന്ന, ബിജു എന്നിവരും ഒരു അധ്യാപക പ്രതിനിധിയും മുന്നോട്ട് കടന്നു വന്ന്, കുട്ടികൾ വന്നിട്ടില്ല എങ്കിൽ അധ്യാപകർ ആരെങ്കിലും ഇവിടേക്ക് വന്ന് ഈ സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. വേഗം കടന്നു വരിക. അതിനുശേഷം ചുള്ളിയോടെ ഇടവകയാണ് സെക്കൻഡ് റെഡിയാവുക. മൂന്നാമത് അമ്പുകുത്തി. ചീരാൽ ഇടവകയിൽ നിന്നുള്ള നിരഞ്ജന, മെറിൻ, അന്ന, ബിജു. നമ്മുടെ കോറെപ്പിസ്കോപ്പ അച്ഛന് നൽകുന്നതാണ്. മാത്യു കാരുളിൽ കോറെപ്പിസ്കോപ്പ നൽകുന്നതാണ്. സെക്കൻഡ് സമ്മാനം നൽകുന്നത് നമ്മുടെ പുതിയ ഡിസ്ട്രിക്ട് വികാരി വലിയ ബഹുമാനപ്പെട്ട റുബിക്കൽ അച്ഛൻ നൽകുന്നതാണ്. അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മൂന്നാം സമ്മാനം നൽകുന്നത് മാത്യു അറമ്പൻകുടിയിൽ കോറെപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛനെ ആദരപൂർവ്വം സമ്മാനം നൽകുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. അമ്പുകുത്തിയിൽ നിന്നുള്ള ആധാൻ, ആരോൺ, സോമിയ. സമ്മാനാർഹരായ കുട്ടികൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ബത്തേരി മേഖലയിൽ നിന്ന് ഫസ്റ്റ് നേടിയ ചീരാൽ ഇടവകയാണ് രൂപതയിൽ സെക്കൻഡ് നേടിയത്. അവർക്കും പ്രത്യേകമായ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. MCYM-ന്റെ മേഖല ഭാരവാഹിയായിരുന്ന പരേതനായ മനു, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഉള്ളതായ മനു മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വാഗേരി ഇടവകാംഗമായ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിൽ പഠിക്കുന്ന അലീന മോൾ ചാക്കോയെ ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിന് വേണ്ടി മേഖലാ പ്രസിഡന്റ് അനുമോളെ ക്ഷണിക്കുന്നു.
അടുത്തത് MCAയുടെ അവാർഡുകളാണ്. പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് മലങ്കര സഭയിലെ അൽമായ ജനത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള വിദ്യാഭ്യാസപര മേഖലകളിലുള്ള ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് MCA പ്രസ്ഥാനം സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. MCA പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം സഭാതലത്തിൽ ഏകദേശം വിദ്യാഭ്യാസ മേഖലയിൽ 15 ലക്ഷം രൂപയാണ് നിർധനരായ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഈ അവസരത്തിൽ MCA പ്രസ്ഥാനം നമ്മുടെ മേഖലയിലുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെ പ്രത്യേകം ആദരിക്കുന്നു. ആദ്യമായി തന്നെ നമ്മൾക്കറിയാം, ബഡേരി ഇടവകയിലെ മുടകര ജോസഫ് ശോശാമ ദമ്പതികളുടെ മകളായ ഡോക്ടർ ജസ്റ്റിൻ ജോസഫ് പ്രാഥമിക വിദ്യാഭ്യാസം നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളിലായിരുന്നു. തുടർന്ന് ഡിഗ്രി വിദ്യാഭ്യാസം കുന്നൂർ പ്രോവിഡൻസ് കോളേജിൽ നിന്നും റാങ്കോടെ കരസ്ഥമാക്കി. തുടർന്ന് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PGയും MPhilഉം കരസ്ഥമാക്കി. തുടർന്ന് ഇൻഡോർ IITയിൽ നിന്നും ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് ഡിസിപ്ലിൻ ഓഫ് ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഡോക്ടർ ജസ്റ്റി ജോസഫിന് ബത്തേരി രൂപതയുടെയും ബത്തേരി മേഖലയുടെയും അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആദരവ് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ജസ്റ്റി ജോസഫിനെയും ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മാത്യു അറമ്പാങ്കുടി കോറപ്പിസ്കോപ്പ അച്ഛനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ ജസ്റ്റി ജോസഫിനെ പൊന്നാട അണിയിക്കുന്നു. അടുത്തതായി +2 SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ധന്യന്മാർ ഇവാനിയോസ് മെമ്മോറിയൽ അവാർഡാണ്. ആദ്യമായി +2 വിഭാഗത്തിൽ ഫുൾ A+ കരസ്ഥമാക്കിയ കുമാരി ബിജിഷ ബിജു, മൂലങ്കാവ് ഇടവക. കുമാരി ബിജിഷ ബിജു, അതുപോലെ തന്നെ കുമാരി അഞ്ജു TJ, ബഡേരി ഇടവക. അവർക്കുള്ള അവാർഡ് നൽകുന്നതിനായി ബത്തേരി മേഖലയിലെ ഡിസ്ട്രിക്ട് വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് ഉറവെങ്കൽ OIC അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബിജിഷ ബിജു. കുമാരി അഞ്ജു TJ, ബഡേരി ഇടവക. തുടർന്ന് SSLC വിഭാഗത്തിൽ ഫുൾ A+ വാങ്ങിയവരെ ആദരിക്കുന്നു. കുമാരി നിരഞ്ജന, ചീരാൽ ഇടവക. കുമാരി നിരഞ്ജന, ചീരാൽ ഇടവക. മാസ്റ്റർ ആൽബർട്ട് ചെറിയാൻ, മലങ്കര ഇടവക. മാസ്റ്റർ ജസ്റ്റിൻ വർഗീസ്, ചീരാൽ ഇടവക.
താങ്ക് യു ഫാദർ. അടുത്തതായി ധന്യൻ മാർ ഇവാനിയോസ് അനുസ്മരണ ഉപന്യാസ രചനാ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവരെ പ്രത്യേകം ആദരിക്കുന്നു. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ശ്രീമതി ബീന സാബു, ചീരാൽ ഇടവക. ശ്രീമതി ബീന സാബു. രണ്ടാം സ്ഥാനം ശ്രീമതി ലില്ലി വർഗീസ്, ചുള്ളിയോട്. മൂന്നാം സ്ഥാനം ശ്രീമതി സിസി, നമ്പ്യാറൂർ നടുവ. ഇവർക്കുള്ള ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മൈനസമായ ഡയറക്ടർ ഡോക്ടർ മാത്യു കരിവിളി കോറപ്പിസ്കോപ്പ് അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവർക്കുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സുമ കത്തീഡ്രൽ, കുരുവിള താഴ്ത്തേട്ട്, മലങ്കര ഇടവക, ആൽബർട്ട് ചെറിയാൻ, മലങ്കര ഇടവ. താങ്ക് യു. അവാർഡ് ദാനങ്ങളും പുരസ്കാര വിതരണവും ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ഏതാനും അറിയിപ്പുകൾ. ഒന്നാമതായിട്ട് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ തിരുനാളിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കുള്ള സാമ്പത്തിക ക്രമീകരണം നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ ഇടവകയിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷൻസാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുള്ളവർ ഇന്ന് തന്നെ മറക്കാതെ ഫിനാൻസ് കമ്മിറ്റിയിലെ ചുമതലക്കാരനായ ചെറിയാൻ സാറിൻ്റെ കയ്യിലോ ജെയിംസ് അച്ഛൻ്റെ കയ്യിലോ ഏൽപ്പിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. മാർ ബെസേലിയോസ് ബി എഡ് കോളേജിൽ ആണ് ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് നന്ദി പ്രകടനമാണ്. നന്ദി പറയുന്നതിന് വേണ്ടി മേഖലയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി മിനി കൃഷിയെ ക്ഷണിക്കുന്നു. നന്ദി പ്രകടനത്തിന് ശേഷം വന്യ കോറപ്പിസ്കോപ്പമാരുടെ കരം മുത്തി ദേവാലയത്തിൻ്റെ മുൻവശത്ത് നേർച്ച നെയ്യപ്പം വിതരണം ചെയ്യുന്നുണ്ട്. അത് ഭക്ഷിച്ച ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് ബി എഡ് കോളേജിലേക്ക് പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് എത്രയും സ്നേഹമുള്ള വന്യ കോറപ്പിസ്കോപ്പന്മാരെ, സ്നേഹമുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ 79ാം ഓർമ്മദിനം നാം ഇന്ന് ഭക്തിയാദരപൂർവ്വം അനുഷ്ഠിച്ചുവല്ലോ. വന്യപിതാവിൻ്റെ അനുഗ്രഹവും സ്വർഗീയ മാധ്യസ്ഥവും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും അനുഗ്രഹമായി തീർത്തതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനയിലൂടെയും സാന്നിധ്യത്തിലൂടെയും നമ്മെ അനുഗ്രഹിച്ച വന്യ കോറപ്പിസ്കോപ്പ അച്ഛന്മാർക്ക് ബത്തേരി മേഖല അജപാലന സമിതിയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബത്തേരി മേഖലയുടെ പ്രോട്ടോവികാരിയായി ചാർജ് എടുക്കുകയും ഇന്നത്തെ ഈ പരിപാടികൾക്ക് ഏറ്റവും നേതൃത്വം കൊടുക്കുകയും ചെയ്ത് മുഖ്യ സന്ദേശം നൽകി നമ്മളെ ധന്യമാക്കിയ ജേക്കബ് ഒറവക്കൽ OAC അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച ഈ മേഖലയിലെ എല്ലാ വൈദികർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ബത്തേരി മേഖലയിലെ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിശുദ്ധ ബലി ശ്രുതി മധുരമാക്കുവാൻ സഹായിച്ച ഗായക സംഘാംഗങ്ങൾക്കും അലങ്കാരവും വെളിച്ചവും ശബ്ദവും നൽകിയവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഭക്ഷണം പാകം ചെയ്തവർക്കും നല്ല നെയ്യപ്പം കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അജപാലന സമിതിയുടെ നന്ദി അർപ്പിക്കുന്നു. വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ യുവജന സുഹൃത്തുക്കൾക്കും MCMF അംഗങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇനിയും ആർക്കെങ്കിലും നന്ദി അർപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
സഭയിൽ പൊന്മലയേറി നീ ഒരു നാൾ സർവ്വം വെടിഞ്ഞ് ഒരു മലയിറങ്ങി വന്നു നീ ഒരു നാൾ പൊരുളൻ അറിഞ്ഞ സഭയിൽ പൊന്മലയേറി നീ കരുണാമയനിൽ അഭയം തേടിയ താവനേ പൊരുളം ഒലിയോളന്നു ചേർത്തു നീ കരുണാമയനിൽ അഭയം തേടിയ താവനേ പൊരുളം ഒലിയോളന്നു ചേർത്തു നീ സകലേശൻ